I get up. Time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what. Hi friends, welcome back to my YouTube channel. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ നമുക്ക് എന്തെങ്കിലും സർപ്രൈസ് ഒക്കെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഗിഫ്റ്റാണ്. നമ്മൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും ഇത് ചെയ്തെടുക്കാൻ പറ്റും. ഈസിയാണ് ചെയ്തെടുക്കാനായിട്ട്, കാണുന്ന അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ കുറച്ച് ക്ഷമ വേണം, അതുപോലെ കുറച്ച് സമയം നമുക്ക് വേണം. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം, എന്നാലാണ് ഇത് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ആവശ്യമുള്ളത് കളർ ചാർട്ടാണ്. ഞാനിവിടെ റെഡ് കളർ അതുപോലെ ബ്ലാക്ക് കളറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. അടുത്തതായിട്ട് ഞാൻ ആ ചാർട്ടിൽ നിന്ന് ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ അളവുകളും ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. അപ്പോൾ ആ ഒരു അളവിൽ കട്ട് ചെയ്തെടുത്താൽ മതി. അടുത്തതായിട്ട് നമുക്കിതിൽ കുറേ പോയിൻറ്റ്സ് അടയാളപ്പെടുത്തി കൊടുക്കാനുണ്ട്. അപ്പോൾ ബ്ലാക്ക് കളർ ചാർട്ടായ കാരണം വീഡിയോയിൽ അത്ര ക്ലിയറായി കാണില്ല. അതുകൊണ്ട് ഞാൻ ഇതേ അളവിൽ വൈറ്റ് കളർ ചാർട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ പോയിൻറ്റ്സ് എങ്ങനെയാണ് അളവപ്പെടുത്തേണ്ടതെന്ന് കാണിച്ചു തരാം. ആദ്യം നമ്മൾ 24 സെൻറ്റിമീറ്ററുള്ള ഭാഗത്ത് 8 സെൻറ്റിമീറ്റർ ഇതുപോലെ 2 പോയിൻറ്റ്സ് അളവപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം ആ 2 പോയിൻറ്റ്സും ജോയിൻ ചെയ്തെടുക്കണം. അടുത്തതായിട്ട് 20.5 അളവുള്ള ഭാഗത്ത് മുകളിൽ കാണിച്ചിട്ടുള്ള അളവുകളിൽ പോയിൻറ്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ 2 സൈഡിലും മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ആ പോയിൻറ്റ്സും ജോയിൻ ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ എല്ലാ പോയിൻറ്റ്സും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മുകൾ വശത്തായിട്ട് ഇതുപോലെ ക്രോസ് ചെയ്തിട്ടും കൂടി ലൈൻസ് വരച്ചു കൊടുക്കണം. വീഡിയോയിൽ കാണുന്ന രീതിയിൽ ചെയ്തെടുത്താൽ മതി. അതുപോലെ 2 ഭാഗത്തും ചെയ്തെടുക്കുക. അടുത്തതായിട്ട് കുറച്ച് ഭാഗങ്ങൾ ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് കട്ട് ചെയ്യാനുള്ള ഭാഗങ്ങളാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ പോസ് ചെയ്തിട്ട് ഏതൊക്കെ ഭാഗങ്ങളാണ് മാർക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കാം. മാർക്ക് ചെയ്ത ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് ഭാഗം കൂടി ഇതുപോലെ കട്ട് ചെയ്ത് കളയാനുണ്ട്. അപ്പോൾ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ബാക്കി ഭാഗം കൂടിയും കട്ട് ചെയ്ത് കളയാം. ഇതേ മെത്തേഡിൽ ബ്ലാക്ക് ചാർട്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഇതുപോലെ സ്കെയിൽ യൂസ് ചെയ്തിട്ടൊന്ന് നന്നായി മടക്കി കൊടുക്കണം. അപ്പോൾ ഈ സെൻറ്ററിലെ ഭാഗം മടക്കി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആദ്യം അത് ഫ്രണ്ടിലോട്ടൊന്ന് മടക്കി കൊടുക്കണം. അതിനുശേഷം ബാക്കിലോട്ട് വീണ്ടും ഫ്രണ്ടിലോട്ടായിട്ടൊന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം അടുത്ത ഭാഗം അതേ മെത്തേഡിൽ തന്നെ മടക്കി കൊടുക്കണം. വീഡിയോ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എങ്ങനെയാണ് മടക്കിയെടുക്കുന്നതെന്ന്. ഇതുപോലെ 2 ഭാഗത്തും മടക്കിയെടുക്കുക. അങ്ങനെ നമ്മൾ എല്ലാ ഭാഗവും മടക്കി എടുത്തിട്ടുണ്ട്. ഇനി സെൻറ്ററിലെ ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം നേരത്തെ കട്ട് ചെയ്ത രീതിയിൽ ഈ ഒരു ഭാഗം കൂടി കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ ചാർട്ടിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതേ മെത്തേഡിൽ നമുക്ക് ഒരു ചാർട്ടും കൂടി വേണം. അതിനുശേഷം അത് രണ്ടും ഒരേ ഡയറക്ഷനിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. ശേഷം ഈ ഒരു ഭാഗം നമുക്ക് ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടൊന്ന് ഒട്ടിച്ചെടുക്കണം. അങ്ങനെ നമ്മൾ ചാർട്ടുകൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്ത് ഇതുപോലെ ഒന്ന് പോയിൻ്റ് മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ നമുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കണം. അതുപോലെ 2 ഭാഗത്തും ചെയ്തെടുക്കുക. അടുത്തതായിട്ട് നമ്മുടെ ക്യൂബ് ജമ്പ് ചെയ്യാനായിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് വെക്കുന്നുണ്ട്. അതാണ് നമ്മുടെ റബ്ബർ ബാൻഡ്. അത് കുറച്ച് വലിയുന്ന ടൈപ്പ് തന്നെ എടുക്കുക കേട്ടോ. ഇനി അത് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഹോൾ ഇട്ട് കൊടുത്തിട്ടില്ലേ, അതിൽ റബ്ബർ ബാൻഡിൻ്റെ ഒരു എൻഡ് ഇതുപോലെ ഒന്ന് കെട്ടി കൊടുക്കണം. അതിനുശേഷം നമുക്ക് അടുത്ത എൻഡിലേക്ക് വലിച്ചിട്ട് കെട്ടിക്കൊടുക്കുക. അപ്പോൾ കെട്ടിക്കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം നന്നായി ടൈറ്റ് ചെയ്തിട്ട് തന്നെ കെട്ടിക്കൊടുക്കുക. എന്നാൽ ഒരുപാട് ടൈറ്റ് ആവാനും പാടില്ല, അതുപോലെ ഒരുപാട് ലൂസ് ആവാനും പാടില്ല. അങ്ങനെ വേണം കെട്ടിക്കൊടുക്കാനായിട്ട്. എന്നാലാണ് ഇത് കറക്റ്റായിട്ട് ജമ്പ് ആവുള്ളൂ. നമ്മൾ 2 എൻഡിൽ റബ്ബർ ബാൻഡ് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു എൻഡിലേക്ക് ഇതുപോലെ വലിച്ചു പിടിക്കുക. അതിനുശേഷം വെയിറ്റുള്ള എന്തെങ്കിലും അവിടെ വെച്ച് കൊടുക്കുക. അതിനുശേഷം അടുത്ത എൻഡിൽ ഇതുപോലെ മടക്കിയെടുത്തതിന് ശേഷം നമുക്ക് വീഡിയോയിൽ കാണുന്ന രീതിയിലൊന്ന് ഒട്ടിച്ചെടുക്കണം. ഇതുപോലെ 2 ഭാഗത്തും ഒട്ടിച്ചെടുക്കണം കേട്ടോ.
അങ്ങനെ നമ്മൾ 2 ഭാഗം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഭാഗം കൂടി ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാനുണ്ട്. ആ ഒരു ഭാഗം കൂടി ഒട്ടിച്ചെടുത്ത് നമ്മുടെ ക്യൂബ് റെഡിയായി കിട്ടും. എല്ലാ ഭാഗവും നമ്മളിതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ക്യൂബിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആവും. ഇതേ മെത്തേഡിൽ നമുക്ക് 10 ക്യൂബാണ് വേണ്ടത്. അപ്പോൾ വർക്ക് ഇവിടെ ഏകദേശം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഇതുപോലെ ക്യൂബ് ജമ്പായി കിട്ടുന്നതാണ്. നമ്മളിതുപോലെ ക്യൂബുകൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് മാർക്ക് ചെയ്ത ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയില്ലേ, അപ്പോൾ നമുക്കിതുപോലെ കുറേ ചാർട്ട് പീസുകൾ കിട്ടും. അപ്പോൾ ആ ചാർട്ട് പീസൊക്കെ വെച്ചിട്ട് നമ്മൾ വേറൊരു ഗിഫ്റ്റ് ബോക്സ് ചെയ്യുന്നുണ്ട്. ഫോട്ടോ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അത് നമ്മൾ അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ എന്തായാലും എല്ലാവരും കാണണം. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി നമുക്ക് നമ്മുടെ ക്യൂബിൽ ഫോട്ടോസാണ് ഒട്ടിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ സ്റ്റിക്കർ പ്രിൻ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫോട്ടോസ് കട്ട് ചെയ്തിട്ട് നമ്മുടെ ക്യൂബിൽ ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ ക്യൂബിൻ്റെ എല്ലാ സൈഡിലും ഫോട്ടോസൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതേ മെത്തേഡിൽ ഞാൻ 10 ക്യൂബാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് നമ്മുടെ ക്യൂബുകളൊക്കെ വയ്ക്കാനായിട്ട് നമുക്കൊരു ഗിഫ്റ്റ് ബോക്സ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചാർട്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അളവുകളെല്ലാം ഇവിടെ കൊടുക്കാം. ഇനി ചാർട്ടിൻ്റെ 2 എൻഡിൽ നിന്ന് 6 സെൻറ്റിമീറ്റർ വീതം ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ പോയിൻറ്റ്സ് ജോയിൻ ചെയ്തെടുക്കുക. ഇതുപോലെ 4 സൈഡിലും ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ ചാർട്ടിൽ അളവുകളൊക്കെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്കെയിൽ യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മടക്കി കൊടുക്കുക. എല്ലാ ഭാഗവും നന്നായി മടക്കിയെടുക്കുക. ഇതിന് മുൻപും നമ്മുടെ ചാനലിൽ ഇതുപോലെ സർപ്രൈസും ഗിഫ്റ്റ് ബോക്സുകൾ ചെയ്തിട്ടുണ്ട്, ഫോട്ടോ വെച്ചിട്ട് തന്നെ. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാണാൻ താല്പര്യമുള്ളവർക്ക് പോയി ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാ ഭാഗവും നന്നായി മടക്കിയെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് 4 സൈഡിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. എല്ലാ ഭാഗവും കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം കട്ട് ചെയ്ത പീസിൻ്റെ പുറത്തായിട്ട് ഇതുപോലെ ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അത് ഉള്ളിലേക്കായിട്ട് മടക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലെ 4 സൈഡിൽ നമ്മൾ ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോക്സ് റെഡിയായി കിട്ടും. അങ്ങനെ നമ്മുടെ ബോക്സ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കവർ ചെയ്യാനായിട്ട് വേറൊരു ബോക്സ് വേണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്ലാക്ക് ചാർട്ട് എടുത്തിട്ടുണ്ട്. അതിൽ ഈ ഒരു അളവിൽ പോയിൻറ്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് നേരത്തെ ചെയ്തപ്പോൾ തന്നെ സ്കെയിൽ യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മടക്കി കൊടുക്കണം. എല്ലാ ഭാഗവും നന്നായി മടക്കിയെടുത്തതിന് ശേഷം വീഡിയോയിൽ കാണുന്ന ഭാഗത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. അങ്ങനെ നമ്മൾ കവർ ചെയ്യാനുള്ള ബോക്സ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാനൊരു ഗ്ലിറ്റർ ഫോം ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിൻ്റെ മുകളിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം ഞാൻ കുറച്ച് ബീഡ്സും കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്യാം. ഡെക്കറേഷനൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അങ്ങനെ നമ്മുടെ 2 ബോക്സുകൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു അളവിൽ ചെയ്യുകയാണെങ്കിൽ നമുക്കിത് ഈസി ആയിട്ട് തന്നെ അടയ്ക്കാനും തുറക്കാനും പറ്റും. ഇനി നമുക്കിതിൻ്റെ ഉള്ളിലായിട്ട് നമ്മുടെ ക്യൂബുകളൊക്കെ വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ 10 ക്യൂബാണല്ലോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോ ക്യൂബിൻ്റെ ഇടയിൽ ഫില്ല് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് കളർ പേപ്പേഴ്സ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഓരോ ക്യൂബിൻ്റെ ഇടയിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. അങ്ങനെ നമ്മുടെ മൊത്തം ക്യൂബ് ഇതുപോലെ ഇതിനുള്ളിൽ വെച്ച് കൊടുക്കുക. നമ്മൾ ഇടയിൽ കളർ പേപ്പേഴ്സ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് ഇത് ജമ്പായി വരുമ്പോൾ നല്ല രസമുണ്ടായിരിക്കും കാണാനായിട്ട്. ഇതിന് പകരം ഗ്ലിറ്റർ ഷീറ്റോ അല്ലെങ്കിൽ നമ്മുടെ തെർമോക്കോൾ ബോൾസൊക്കെ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് ഞാനിതൊരു സാറ്റ് റിബൺ വെച്ചിട്ട് ഇതുപോലെ കെട്ടിക്കൊടുക്കുന്നുണ്ട്.
അങ്ങനെ നമ്മുടെ ഗിഫ്റ്റ് ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ സർപ്രൈസൊക്കെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് കൊടുക്കാവുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് ബോക്സാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മൾ ക്യൂബ് റെഡിയാക്കി എടുക്കുമ്പോൾ ഇതുപോലെ നമുക്ക് കുറേ ചാർട്ട് പീസുകൾ കിട്ടും. അപ്പോൾ ഈ ഒരു ചാർട്ട് പീസ് വെച്ചിട്ട് നമ്മൾ മറ്റൊരു ഗിഫ്റ്റ് ബോക്സ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഫോട്ടോ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ടൈപ്പ് തന്നെയാണ്. അപ്പോൾ ആ ഒരു വീഡിയോ നമ്മൾ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതുപോലുള്ള വീഡിയോസ് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടിയും പ്രസ് ചെയ്ത് വെക്കുക. എന്നാലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.